കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലത്തിനകത്ത് ആദ്യത്തെ വർഷത്തെ 2017-18 അക്കൗണ്ടിങ് പീരീഡിലെ ട്രാൻസാക്ഷൻ നമ്മൾ എൻ്റർ ചെയ്ത ശേഷം അവിടെ വരുന്ന ബാലൻസിന് തൊട്ടടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ടുള്ളത്. 2018 ജൂലൈ 1 എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് അക്കാഡമിക് ഇയർ അക്കൗണ്ടിങ് ഇയറിന്റെ ഓപ്പണിംഗ് ഡേറ്റ് ജൂലൈ 1 ബാലൻസ് നമ്മൾ ബ്രോഡ് ഫോർവേഡ് ചെയ്യുന്നു. നോമിനൽ വാല്യൂ ₹11,000, ഇൻട്രസ്റ്റ് ₹275, and the amount of capital is ₹11,050. Just brought forwarded the amount from the last accounting period. Then thereafter, the next transaction that is happening on July 15th. July 15th ഒരു ട്രാൻസാക്ഷൻ ആണ് പിന്നെ വരുന്നത്. അതിനകത്ത് ₹5,000 സ്റ്റോക്ക് at least 1.25 x interest. ഒരു എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ ആണ്. 5,000 സ്റ്റോക്ക് ₹91.25 ജൂലൈ 15 അത് പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത എൻട്രി എന്ന് പറയുന്നത് ജൂലൈ 15 എൻട്രി ആണ്. ജൂലൈ 15 ടു ബാങ്ക് അല്ലെ. The cost is ₹101.25. The transaction is at X interest basis. Then the nominal value of the securities purchased is ₹5,000. Then we are computing the interest accrued on this ₹5,000. Then the date is July 15. The last interest received on 1st February. Then from February to July, February, March, April, May, June, 5 കംപ്ലീറ്റ് മന്തും പിന്നെ ജൂലൈയിലെ 15 ദിവസം 5.5 മാസം വരുന്നുണ്ടാവും. അപ്പൊ 5.5 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യണം. ₹5,000 6% വെച്ചിട്ട് 5.5 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ₹137.50 ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് വരിക. ഈ ട്രാൻസാക്ഷൻ ഒരു എക്സ് ഇൻട്രസ്റ്റ് ട്രാൻസാക്ഷൻ ആണ്. അതുകൊണ്ട് നമ്മൾ അതിന്റെ കോസ്റ്റ് പൂർണ്ണമായിട്ടും അതിന്റെ ക്യാപിറ്റൽ എമൗണ്ട് ആയിട്ട് കാണിക്കണം. അതിനകത്ത് ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് കുറക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ 5,000 ആണ് അല്ലെ. 5,000 ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുമ്പോൾ 50 സെക്യൂരിറ്റിയാണ് അവിടെ ഉണ്ടാവുക. അപ്പൊ 50 × 101.25 എന്ന് പറയുന്ന എമൗണ്ട് ആണ് അതിനകത്ത് വരിക അല്ലെ. അത് ₹5,062.50 അതിന്റെ ക്യാപിറ്റൽ വാല്യൂ ആയിട്ട് നമ്മൾ കാണിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് 1st November 2018 അതിനിടക്ക് പക്ഷെ എന്ത് വരുന്നുണ്ടാവും? ഓഗസ്റ്റ് 1 ഇവിടെ ഇൻട്രസ്റ്റ് കിട്ടുന്ന എൻട്രി നമ്മൾ കാണിക്കേണ്ടി വരും ഓഗസ്റ്റ് 1. അതിനുശേഷമാണ് 1st November ₹5,000 സ്റ്റോക്ക് ₹102 പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യം 1st ഓഗസ്റ്റിനുള്ള ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന ഇൻട്രസ്റ്റ് കിട്ടുന്ന എൻട്രി നമ്മൾ ആദ്യം ഇതിനകത്ത് കാണിക്കേണ്ടതുണ്ട്. ഓക്കെ, 1st August 2018 അല്ലെ ബൈ ബാങ്ക്. ഓക്കെ, അതിന്റെ എമൗണ്ട് വരുന്നത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 6 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള സ്റ്റോക്കിന്റെ നോമിനൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഇവിടെ 11,000 ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരുന്നു. 5,000 ഈ ഇതിൽ വാങ്ങിച്ചതുകൊണ്ട് അല്ലെ മൊത്തം ₹16,000 വാല്യൂ ആണ് കയ്യിലുണ്ടായിരുന്നത്. അതിൽ നിലവിലൊന്നും വിറ്റിട്ടില്ല അല്ലെ. അപ്പൊ ₹16,000 ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടാവുക. ₹16,000 6% വെച്ചിട്ട് 6 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആണ് ഇവിടെ നമ്മൾ കാണുന്ന ₹480 എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ദി എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ 1st August 2018. ശേഷം നമ്മൾ നവംബർ 1 എൻട്രി നേരത്തെ പറഞ്ഞ എൻട്രിയിലേക്ക് വരികയാണ്. അവിടെ ₹5,000 സ്റ്റോക്ക് ആണ് ₹102 ഒരു സ്റ്റോക്കിന് എന്ന രീതിയിൽ പർച്ചേസ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ ₹5,000 is the nominal value. Then we are computing the interest on this transaction. That is 5,000 into 6% അല്ലെ ഇൻറ്റു എത്ര മാസത്തേക്കാണ് ഉണ്ടാവുക? അവസാനം ഓഗസ്റ്റിലാണ് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുള്ളത്. ഓഗസ്റ്റ് 1 ഇൻട്രസ്റ്റ് കിട്ടുന്നത് അല്ലെ. അപ്പൊ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 3 മാസങ്ങൾ ഉണ്ടാവും. 3 മാസങ്ങളിലേക്കുള്ള ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യണം. 5,000 into 6% for 3 months. That is ₹75. Okay. Then this stock has been purchased for ₹102. Then there are 50 number of securities. 50 into 102
then the amount shall be rupees 5,100. As this is a cum interest quotation, the amount of interest to be deducted from the value, then rupees 5,100 minus interest of rupees 75. The balance amount is capital rupees 5,025. That's on November 1st. The next transaction that is happening on 15th January 2019. Sold 15,000 stock at rupees 103. 15,000 രൂപയുടെ സ്റ്റോക്ക് 103 രൂപക്ക് ജനുവരി 15-ന് വിൽക്കുന്നതാണ് അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. Then on credit side of the account, January 15th by bank. Okay, the nominal value is rupees 15,000. We are computing the accrued interest on this value. 15,000 into 6% into അല്ലെ എത്ര സമയത്തേക്ക് വരുന്നുണ്ട്? 5.5 മാസം വരും അല്ലെ. ഓഗസ്റ്റ് 1 മുതൽ ജനുവരി 15 വരെ എന്ന് പറയുമ്പോൾ 5.5 മാസം ഉണ്ടാവും. 5.5 മാസത്തേക്ക് ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യണം. 15,000-ന് 6% വെച്ചിട്ട് 5.5 മാസത്തേക്ക് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ 412 രൂപ 50 പൈസയാണ് അത് വരിക. അതിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് അല്ലെ 150 സ്റ്റോക്കാണ് ഉണ്ടാവുക. 150 into 103 എന്ന് പറയുന്ന എമൗണ്ട് നമുക്ക് കിട്ടുന്നത് എത്രയാണ് കിട്ടുക? 15,450 രൂപയാണ് വരിക അല്ലെ. അതില് 412 രൂപ 50 പൈസ ഇൻട്രസ്റ്റ് കുറച്ചാൽ ബാക്കിയാണ് ക്യാപിറ്റൽ കോസ്റ്റ് ആയിട്ട് ഇതിനകത്ത് കാണിച്ചിട്ടുള്ള 15,037.50 എന്ന് പറയുന്ന എമൗണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ജനുവരി 15th കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ജൂലൈ 2019-ലാണ്. ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളത്, ജൂലൈ 2019 എന്ന് പറയുമ്പോൾ അടുത്ത അക്കൗണ്ടിങ് പീരീഡ് ആണ്. കാരണം നമ്മുടെ ഈ ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ളത് ജൂൺ 30-നാണ് അക്കൗണ്ടിങ് പീരീഡ് അവസാനിക്കുന്നത് എന്ന് പറയുമ്പോൾ ജൂലൈ 1 മുതൽ തൊട്ടടുത്ത ജൂൺ 30 വരെയാണ് അക്കൗണ്ടിങ് പീരീഡ് വരുന്നത്. അപ്പൊ ഈ ട്രാൻസാക്ഷൻ നമ്മൾ ഈ അക്കൗണ്ടിങ് പീരീഡ് അല്ല കാണിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ തൽക്കാലം എന്ത് ചെയ്യണം? 2019 ജൂൺ 30-ന് അവസാനിക്കുന്ന ആ അക്കൗണ്ട് നമ്മൾ അവിടെ ക്ലോസ് ചെയ്യണം. അതിന്റെ ബാലൻസ് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് അടുത്ത വർഷമാണ് നമ്മൾ ഈ എൻട്രി ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, 15th ജനുവരി കഴിയുമ്പോൾ പിന്നെ അതിനകത്ത് സ്വാഭാവികമായിട്ട് ഫെബ്രുവരി 1ന് ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നുണ്ട്, ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. ആ എൻട്രി നമ്മൾ ഇതിനകത്ത് കൊടുക്കണം അല്ലെ. ബൈ ബാങ്ക് ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് അതുവരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആവുന്ന നോമിനൽ വാല്യൂ നമ്മൾ നോക്കണം. ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ 11,000 പ്ലസ് 5,000 പ്ലസ് 5,000 അല്ലെ. ടോട്ടൽ 21,000 റുപ്പീസിന്റെ സെക്യൂരിറ്റീസ് ആണ് വാങ്ങിച്ചിരുന്നത്. അതില് 15,000 സെക്യൂരിറ്റീസ് ഈ വർഷം വിറ്റിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് കുറച്ച് ബാക്കി വരുന്നത് 21,000 മൈനസ് 15,000 6,000 റുപ്പീസിന്റെ സ്റ്റോക്ക് ആണ് ഫെബ്രുവരി 1ന് ഇവരുടെ കയ്യിൽ ബാക്കി ഉണ്ടാവുക. അപ്പൊ അതിനുള്ള ഇൻട്രസ്റ്റ് ആണ് 6 മാസത്തേക്ക് കിട്ടുന്നുണ്ടാവുക അല്ലെ. അപ്പൊ 15,000-ന് 6% വെച്ച് 6 മാസത്തേക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് അതാണ് rupees 180 എന്ന് പറയുന്ന എമൗണ്ട്. rupees 180. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതൊക്കെ പോലെ തന്നെ ഈ അക്കൗണ്ടിങ് ഇയറിലേക്കുള്ള സെയിൽസുമായി ബന്ധപ്പെട്ട പ്രോഫിറ്റോ ലോസോ നമ്മൾ ആവറേജ് കോസ്റ്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ നേരത്തെ ഷെഡ്യൂളിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ്. ഈ ഷെഡ്യൂളിനകത്ത് ലാസ്റ്റ് നമ്മൾ നിർത്തിയിട്ടുള്ളത് ഇവിടെ മാർച്ച് 1 വരെയുള്ള കേസാണ് പറഞ്ഞത്. അതുവരെയുള്ള കേസ് നോക്കുമ്പോൾ 11,000 റുപ്പീസ് നോമിനൽ വാല്യൂ, അതുപോലെ തന്നെ അതിന്റെ കോസ്റ്റ് rupees 11,058. പിന്നെ നമ്മൾ ഈ അക്കൗണ്ടിൽ കാണുന്നത് പോലെ ജൂലൈ 15-ന് അല്ലെ, ജൂലൈ 15-ന് ഇതിനകത്ത് 5,000 രൂപയുടെ സെക്യൂരിറ്റി പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതിന്റെ കോസ്റ്റ് 5,062.50 അപ്പൊ നമ്മൾ ഇതിനകത്ത് എൻ്റർ ചെയ്തിട്ടുണ്ട്. റൗണ്ട് ചെയ്തിരിക്കുക 5,062.5 എന്നുള്ളത് 5,063 രൂപയാക്കി റൗണ്ട് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട്. 5,063. അത് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് വരുന്ന എമൗണ്ട് rupees 16,000-ന്റെ നോമിനൽ വാല്യൂ 16,121 റുപ്പീസ് ആണ് അതിന്റെ കോസ്റ്റ് വരുന്നത്. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ നവംബർ 1നുള്ള പർച്ചേസ് ആണ്. അഗെയിൻ 5,000 റുപ്പീസ് സ്റ്റോക്ക്, അത് rupees 5,025. That is also to be added to the amount. Then 5,000 is the nominal value and 5,025 is the cost. Then the total amount is rupees 21,000 and 21,146 is the amount of cost. The next transaction that is happened on January 15, that is sales. 15,000 rupees into the sale ചെയ്യുന്നത് 15,037 രൂപ 50 പൈസക്കാണ് അല്ലെ. അതിന്റെ സെയിൽസ് വാല്യൂ അപ്പൊ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് 15,000 ആണ് അതിന്റെ നോമിനൽ വാല്യൂ. അതിന്റെ റിയലൈസ് ചെയ്യുന്ന സെയിൽ ചെയ്യുന്ന എമൗണ്ട് 15,037 രൂപ
50 പൈസയാണ്. ഇവിടെ നമ്മൾ കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തപ്പോൾ നമ്മൾ ആവറേജ് കോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ കോസ്റ്റ് 21,146 ആണ്. 21,000 റുപ്പീസിന്റെ സെക്യൂരിറ്റിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ 21,146 ഡിവൈഡഡ് ബൈ 21,000 into the number of securities or the nominal value of securities sold 15,000. Then the cost of sales shall be rupees 15,104. Then we are comparing the amount realized on sales 15,337.5 and the amount of cost of sales, that is rupees 15,104. So here the selling price is less than that of the cost of sales by rupees 66.5. So this amount is entered in the column loss. So this is the amount of loss sustained by this company or this investor for the accounting period of 2018-2019. Okay, then we are coming to the investment account, and on the closing date, okay, June 30th, we are entering or we are transferring the loss on sales to profit and loss account by P&L account. Then in capital amount 66.5, the loss amount of rupees 66.5 is transferred to the profit and loss account. Okay, then thereafter we are balancing the account as usual. Then on the debit side, total of nominal value is rupees 21,000. Here we are under rupees 21,000. There is a difference of rupees 6,000. That is the closing stock of the security on 30th June by balance carried out rupees 6,000. Then we are computing the accrued interest on this rupees 6,000. Then the date is June 30. The last interest received on February 1st. Then February 1 മുതൽ June 30 വരെയുള്ള അല്ലെ 5 മാസങ്ങളുണ്ടാവും. ആ 5 മാസങ്ങളിലേക്കുള്ള ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് ഇതിനകത്ത് കമ്പ്യൂട്ട് ചെയ്യുന്നു. 6,000 into 6% for 5 months. That is rupees 150. 150 രൂപയാണ് ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് വരിക. Then we are taking the total of interest column on credit side. The total is rupees 1,222.5. Then we are checking the difference on the debit side. There is a difference of rupees 735. The balance figure is rupees 735. That is the amount of interest to be transferred to P&L account. So on the closing date on June 30, the amount is transferred to profit and loss account to P&L account rupees 735. Then we are also totaling the amount of capital column. On debit side, the capital column is rupees 21,145.5. Then we are checking the difference on the credit side. We can see there is a difference of rupees 6,041.5. That is the closing balance of stock. So this amount of balance is transferred to the next accounting period. Then for the next accounting period, 2019 July 1, to balance brought down the same amount of rupees 6,000 nominal value. 150 is the amount of interest. Then 6,041.5. That is the amount of capital. Okay. Then one more transaction is there. Already we have seen. That's happened on 1st July 2019. Purchased rupees 2,000 stock at rupees 102. So the entry is entered in the next accounting period on 1st July to bank. The amount of rupees 102. Then 2,000 is the nominal value. Then we are computing interest for the period. Then after getting interest, February 1st ആണ് ലാസ്റ്റ് ഇൻട്രസ്റ്റ് കിട്ടുന്നത് അല്ലേ. അത് കഴിഞ്ഞ് ജൂലൈ 1 വരെയുള്ള പീരീഡിലേക്കുള്ള ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ള 50 എന്ന് പറയുന്ന എമൗണ്ട് അല്ലേ. Then that is rupees 50. The amount of cost of the investment, that is 6,000. That is 60 number of stock, 60 into 2,000. That is 20 into cost is rupees 102. Then minus the amount of interest 50. Then the capital value of the stock purchased on July 1st is rupees 1,990. Okay, so this is the case of preparation of investment account regarding 6% state government stock account. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കിയുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിനകത്ത് തന്നെ
3 അക്കൗണ്ട് പീരീഡിലേക്കുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി ട്രാൻസാക്ഷൻ പറയാത്തത് കൊണ്ട് തൽക്കാലം അക്കൗണ്ട് ക്ലോസ് ചെയ്യാണ്. അതിന്റെ കണ്ടിന്യൂഷൻ നമ്മൾ ചെയ്തിട്ടില്ല, തൽക്കാലം അവിടെ അത് അവസാനിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട്സിന്റെ ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ ഇന്നലെ ചെയ്തതിന്റെ അതേ പാറ്റേൺ തന്നെയാണ്, അതേ രീതിയിലാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയ ആണ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിനകത്ത് തന്നെ വരുന്ന, നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെയാണ് ബോണസ് ഇഷ്യൂവും റൈറ്റ് ഇഷ്യൂ ഉണ്ട് അല്ലെ. ബോണസ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ ആസ് വി നോ, ബോണസ് ഇഷ്യൂ മീൻസ് എ കമ്പനി ഇഷ്യൂസ് ഷെയർസ് ടു ദി ഷെയർ ഹോൾഡേഴ്സ് ബൈ ക്യാപിറ്റലൈസിങ് ഇറ്റ്സ് പ്രോഫിറ്റ് അല്ലെ. ഒരു കമ്പനി അതിന്റെ ഡിവിഡൻഡ് ക്യാഷായി കൊടുക്കുന്നതിന് പകരമായിട്ട് എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യുന്നു. അങ്ങനെ പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യുന്ന ആ രീതിയിൽ റൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റി ഷെയറിനെയാണ് നമ്മൾ ബോണസ് ഷെയർ എന്ന് പറയാറുള്ളത് അല്ലെ. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ തന്നെ ഇത് ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി അവർക്ക് കൊടുക്കേണ്ട പ്രോഫിറ്റിന് പകരമായിട്ട് കൊടുക്കുന്ന എമൗണ്ട് ആണ് എന്ന് പറയുമ്പോൾ അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അല്ലെ. അതിന് കോസ്റ്റ് ഒന്നും വരുന്നില്ല. അത് കിട്ടുന്ന സമയത്ത് ഒരു എമൗണ്ടും ഷെയർ ഹോൾഡേഴ്സ് കമ്പനി കൊടുക്കേണ്ട കാര്യമില്ല, ഫ്രീ ആയിട്ടാണ് ഇത് കിട്ടുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഇക്വിറ്റി ഷെയർ അക്കൗണ്ട് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ബോണസ് ഇഷ്യൂ വരികയാണെങ്കിൽ അവിടെ നമ്മൾ അതിന്റെ ഷെയറിന്റെ എണ്ണം മാത്രം കൊടുത്താൽ മതി, അതിന്റെ കോസ്റ്റിന്റെ എമൗണ്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, പിന്നീട് നമ്മൾ ഈ ബോണസ് ഷെയർ വിൽക്കും അല്ലെ. ബോണസ് ഷെയർ വിൽക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, വിൽക്കുന്ന സമയത്ത് പ്രോഫിറ്റോ ലോസോ കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ബോണസ് ഷെയറിന്റെ കോസ്റ്റ് കിട്ടേണ്ടി വരും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യുക, ആവറേജ് കോസ്റ്റ് മെത്തേഡ് ഉപയോഗിക്കും. എന്ന് പറഞ്ഞാല് ബോണസ് ഇഷ്യൂ അല്ലാതെ ഈ കമ്പനിക്ക് വേറെയും ഷെയറുകൾ ഉണ്ടാവും അല്ലെ, അതിന് കോസ്റ്റ് വന്നിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുന്നു, മൊത്തം ഷെയറിന്റെ എണ്ണം കൂട്ടിയിട്ട് ഓക്കെ കോസ്റ്റിനെ അതുമായി ഡിവൈഡ് ചെയ്തുകൊണ്ട് അതിന്റെ ആവറേജ് എമൗണ്ട് എടുത്തിട്ടാണ് അതിന്റെ കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുക. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ കാണിക്കാം, ആ കോൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. So okay, here we are preparing an investment account. ഇതിപ്പോ ഒരു ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ആണ്. ഇതിൽ നമ്മൾ ഇപ്പൊ ചെയ്തിട്ടുള്ളത് ഒരു പർട്ടിക്കുലർ കോളം ഉണ്ട്, അതുപോലെ തന്നെ ഇതിനകത്ത് ഓക്കെ. ഇവിടെ ഇപ്പോ ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനിക്ക് ഓൾറെഡി അതിന്റെ കയ്യിൽ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ഒരു 1000 ഷെയർ ഈ കമ്പനിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു. 1000 ഷെയർ, അതിന്റെ നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ 10 രൂപയുടെ ഷെയർ ആണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ നോമിനൽ വാല്യൂ റുപ്പീസ് 10,000 ആണ് വന്നിട്ടുള്ളത്. 10,000 ഇത് നോമിനൽ വാല്യൂ ആണ്. എന്നാൽ ഈ ഷെയർ പർച്ചേസ് ചെയ്യുമ്പോൾ നോമിനൽ വാല്യൂ അല്ല വന്നിട്ടുണ്ടാവുക കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. നോമിനൽ വാല്യൂനേക്കാൾ കൂടുതലോ കുറവൊക്കെ ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ ഇതിന്റെ കോസ്റ്റ് വന്നത് റുപ്പീസ് 12,000 ആണ്. 12,000 രൂപക്കാണ് ഇയാൾ ഈ 1,000 ഷെയർ പർച്ചേസ് ചെയ്തിരുന്നത് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, പിന്നീട് ഇത് ഓൾറെഡി ഉള്ള ബാലൻസ് ആണ്. ഇതിനകത്തുള്ള ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറയുന്ന നേരത്തെ ഉള്ള ഷെയറിന്റെ എണ്ണവും അതിന്റെ നോമിനൽ വാല്യൂവും അതിന്റെ കോസ്റ്റും നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇത് നമ്പറാണ്, അതുപോലെ തന്നെ ഇത് നോമിനൽ വാല്യൂ ആണ്, ഇത് അതിന്റെ കോസ്റ്റും ആണ്. ഇങ്ങനെയാണെങ്കിൽ ഇനി പിന്നീട് ഈ കമ്പനി എന്ത് ചെയ്യാണ്, ഈ ഷെയർ ഹോൾഡർക്ക് ഒരു 100 ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ബോണസ് ഇഷ്യൂവിൽ ഈ കമ്പനിക്ക് ഒരു എമൗണ്ടും ഷെയർ ഹോൾഡർ കൊടുക്കേണ്ടി വരുന്നില്ല, ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടാണ് ബോണസ് ഇഷ്യൂ വരിക. അപ്പൊ ഇവിടെ ബോണസ് ഇഷ്യൂ ആയിട്ട് 10% ബോണസ് ഇഷ്യൂ ആയിട്ട് കൊടുക്കുന്നത്. എന്ന് പറയുമ്പോൾ ഹോൾഡ് ചെയ്യുന്ന ഷെയറിന് 10 ഷെയറിന് പകരം 1 ഷെയർ എന്ന രീതിയിലാണ് ഈ കമ്പനി ബോണസ് ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ 1000 ഷെയർ ആണ് ഈ ഷെയർ ഹോൾഡർ ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് 100 ബോണസ് ഷെയറുകൾ കിട്ടും അല്ലെ. 100 ബോണസ് ഷെയർ കിട്ടും. ഈ ബോണസ് ഷെയർ നോമിനൽ വാല്യൂ ഉണ്ട്, കാരണം ബോണസ് ഷെയർ എന്ന് പറയുമ്പോൾ അതിന് ഫേസ് വാല്യൂ ഉണ്ട്. 10 രൂപ തന്നെ അതിന്റെ ഫേസ് വാല്യൂ നമ്മൾ അസ്യൂം ചെയ്യാം. അപ്പോൾ 1000 രൂപയാണ് അതിന്റെ നോമിനൽ വാല്യൂ വരിക. ഇതിന്റെ കോസ്റ്റ് എന്താണ്,
കോസ്റ്റ് ഇവിടെ 0 ആണ്. ദർ ഈസ് നോ കോസ്റ്റ് ഫോർ ബോണസ് ഷെയർ. അപ്പൊ ബോണസ് ഷെയർ കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ സ്വീകരിക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ എൻട്രി ഈ രീതിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിനകത്ത് കൊടുക്കുക. നമ്പർ ഓഫ് ഷെയർസ് കൊടുക്കും, നോമിനൽ വാല്യൂ കോളം ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ വാല്യൂയുടെ എമൗണ്ട് കൊടുക്കും, കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 0 ആയിട്ട് കൊടുക്കണം. ഓക്കെ, ഇനി ഇവിടെ ഈ 100 ഡിബഞ്ചറുകൾ അല്ലെങ്കിൽ ഈ 100 ഷെയറുകൾ, ഈ 100 ഷെയറുകൾ ബോണസ് ഷെയറുകൾ ഇയാള് മറ്റൊരാൾക്ക് വിൽക്കുകയാണെന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, വിൽക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ നമ്മൾ അതിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എൻട്രി കൊടുക്കും അല്ലെ. ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എൻട്രി കൊടുക്കുന്ന സമയത്ത് ഇവിടെ ബാങ്ക് ഒന്ന് കൊടുക്കും, റൈറ്റ് ബാങ്ക്. വിൽക്കുന്ന ഷെയറിന്റെ എണ്ണം 100 ആണ്. 100 ബോണസ് ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നു, വിൽക്കുന്നു. ഓക്കെ, അത് വിൽക്കുന്നത് ഫോർ എക്സാമ്പിൾ 1300 രൂപക്കാണ്, ₹1300. 1300 രൂപക്കാണ് അത് വിൽക്കുന്നത്. അപ്പൊ അതിന്റെ സെയിൽസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ₹1300 ആണ്. ഓക്കെ, നോമിനൽ വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 100 എണ്ണം വിൽക്കുന്ന സമയത്ത് 10 രൂപ വെച്ച് 1000 രൂപ നോമിനൽ വാല്യൂ വരും, സെയിം എമൗണ്ട് തന്നെ വരും. ഓക്കെ, ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ഇവിടെ ഈ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഈ 100 ബോണസ് ഷെയറുകൾ മറ്റൊരാൾക്ക് ഈ ഇൻവെസ്റ്റർ വിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവിടെ പ്രോഫിറ്റോ ലോസോ വന്നിട്ടുണ്ടാവും അല്ലെ. നമ്മൾ പ്രോഫിറ്റോ ലോസോ കമ്പ്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ ഒരു സെയിൽസിൽ പ്രോഫിറ്റോ ലോസോ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബോണസ് ഷെയർ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് കോസ്റ്റ് 0 ആണെന്നുള്ളതാണ്. നമ്മൾ 0 കോസ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ഈ സെല്ലിംഗ് പ്രൈസ് 1300 പൂർണ്ണമായിട്ടും എന്തായിട്ട് മാറും? ഈ ഇൻവെസ്റ്റർക്കുള്ള പ്രോഫിറ്റ് ആയിട്ട് മാറും അല്ലെ. കാരണം 0 കോസ്റ്റിലാണ് ബോണസ് ഷെയർ കിട്ടിയത്. അത് 1300 രൂപയ്ക്ക് വിറ്റു എന്ന് പറയുമ്പോൾ 1300 രൂപയെ നമ്മൾ പ്രോഫിറ്റ് ആയിട്ട് കാണിക്കേണ്ടി വരും, P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ നമ്മൾ ഇതിന്റെ ആവറേജ് കോസ്റ്റ് നോക്കണം. എന്ന് പറഞ്ഞാൽ 12,000 രൂപയാണ് ഇതിന്റെ മൊത്തം. ഇയാൾക്ക് ഈ 1100 ഷെയറും ബോണസ് ഷെയർ ഉൾപ്പെടെയുള്ള 1100 ഷെയർ ഹോൾഡ് ചെയ്യുമ്പോൾ ഇത് കോസ്റ്റ് എത്രയാണ്? 12,000 ആണ്. നമ്മൾ ആവറേജ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ. ഓക്കെ, നമ്മൾ ആവറേജ് കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നു. ആവറേജ് കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ 12,000 ഡിവൈഡഡ് ബൈ എത്ര ഷെയർ ഉണ്ട്? 1100 ഷെയർ ഉണ്ട് അല്ലെ. കിട്ടുന്ന എമൗണ്ട് ആണ് ആവറേജ് കോസ്റ്റ്. 12,000 ഡിവൈഡഡ് ബൈ 1100 എന്ന് പറയുന്ന എമൗണ്ടിനകത്ത് വരുന്ന അതിന്റെ ആവറേജ് കോസ്റ്റ് വരും. എത്ര വരുന്ന ഒന്ന് നോക്കാം. 12,000 ബൈ 1100 എന്ന് പറയുമ്പോൾ 10.91 rupees ആണ് വരിക. അതിന്റെ കോസ്റ്റ് വരിക 10.91 rupees ആണ് ആവറേജ് കോസ്റ്റ് വരിക. ഇനി നമ്മൾ ഈ 100 ബോണസ് ഷെയർ വിൽക്കുന്ന സമയത്ത് കിട്ടുന്ന എമൗണ്ട്, റിയലൈസ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1300 രൂപയാണ് അല്ലെ. സെയിൽസ് വാല്യൂ ഹിയർ ഈസ് ₹1,300. 1300 രൂപയാണ് റിയലൈസ് ചെയ്യുന്ന എമൗണ്ട് വരുന്നത്. കോസ്റ്റിന്റെ എമൗണ്ട് എന്താണ് വരിക? ലെസ് കോസ്റ്റ്. കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ 100 ഷെയർ ആണ് വിൽക്കുന്നത്, 100. അതിന്റെ ആവറേജ് കോസ്റ്റ് 10.91 ആണ്. എന്ന് പറയുമ്പോൾ 1091 രൂപയാണ് അതിന്റെ കോസ്റ്റ് വരിക അല്ലെ. അപ്പൊ 1300 മൈനസ് 1091 എന്ന് പറയുന്ന എമൗണ്ട് ആണ് ഇവിടെ പ്രോഫിറ്റ്. ഡിഫറൻസ് വരുന്ന എമൗണ്ട് ആണ് പ്രോഫിറ്റ്. അതായത് എത്ര വരും? 209 രൂപ അല്ലെ വരിക. 1300 മൈനസ് 1091 209 രൂപ വരും. അപ്പൊ 209 രൂപയാണ് ഇവിടെ പ്രോഫിറ്റിന്റെ എമൗണ്ട് കിട്ടുക. ഈ പ്രോഫിറ്റിന്റെ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സാധാരണ പോലെ നമ്മൾ ഈ എമൗണ്ട് P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പ്രോഫിറ്റ് ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഡെബിറ്റ് സൈഡ് നമ്മൾ എൻട്രി പാസ് ചെയ്യണം ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്നിട്ട് ഈ കോസ്റ്റിന്റെ ഈ കോളത്തിൽ നമ്മൾ ആ എമൗണ്ട് എൻട്രി ചെയ്യുന്നു, 209 രൂപ. ബാക്കിയെല്ലാം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യണം. അപ്പൊ ഇതാണ് ബോണസ് ഇഷ്യൂ വരുന്ന സമയത്തുള്ള അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. ബോണസ് ഇഷ്യൂ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ ഒരിക്കലും നമ്മൾ അതിന്റെ കോസ്റ്റ് കാണിക്കരുത്. കോസ്റ്റ് 0 ആണ്. നമ്പർ ഓഫ് ഷെയർസിനുള്ള കോളം ഉണ്ടെങ്കിൽ അത് നമ്പർ ഓഫ് ഷെയർസിന്റെ എമൗണ്ട്, നമ്പർ ഓഫ് ഷെയർസിന്റെ ഫിഗർ അതിനകത്ത് കാണിക്കുക. ഇനി സെയിൽസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ സെയിൽസ് ആകുമ്പോൾ പ്രോഫിറ്റോ ലോസോ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി അതിന്റെ ആവറേജ് കോസ്റ്റിനെ എടുക്കണം. കോസ്റ്റ് 0 ആയിട്ട് കണക്കാക്കരുത്. അതുവരെ ഹോൾഡ് ചെയ്യുന്ന മൊത്തം ഷെയറിന്റെ കോസ്റ്റ് എത്രയാണോ ഡിവൈഡഡ് ബൈ ഷെയറിന്റെ എണ്ണം, അങ്ങനെ കിട്ടുന്ന ആവറേജ് പ്രൈസിനെ നമ്മൾ ഈ വിൽക്കുന്ന ബോണസ് ഷെയറിന്റെ എണ്ണവുമായി മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ കോസ്റ്റ് കിട്ടും
അല്ലെ? എന്നിട്ട് സെയിൽസ് വാല്യൂ എമൗണ്ടിൽ നിന്ന് കോസ്റ്റിന്റെ എമൗണ്ട് കുറച്ചാൽ ബാക്കി വരുന്ന എമൗണ്ട് ആണ് പ്രോഫിറ്റോ ലോസോ എന്ന് പറയുന്ന എമൗണ്ട്. അത് നമ്മൾ അക്കോർഡിംഗ്ലി ഡെബിറ്റ് സൈഡിലോ ക്രെഡിറ്റ് സൈഡിലോ P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയർ. ഞാൻ ഈ പറഞ്ഞത് ക്ലിയർ ആണോ? രേഷ്മ, രേഷ്മ കേൾക്കുന്നില്ലേ? ഹലോ ജിൻഷ, കേൾക്കാവോ? രേഷ്മ, ഞാൻ പറഞ്ഞ ക്ലിയർ അല്ലേ? സർ. നീ കേട്ടിട്ടില്ലേ രേഷ്മ? റേഞ്ച് ഒക്കെ അല്ലേ? ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. ശ്രുതി, ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? ഓക്കെ, അപ്പൊ നമുക്കൊരു ചെറിയ എക്സാമ്പിൾ ചെയ്തു നോക്കാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ഇതിനകത്ത് ചെയ്തത് കാണാം. ഓക്കെ, ഇതിനകത്തുള്ള 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Mr. Ali purchased 500 equity shares of rupees 100 each in ABC Limited for rupees 62,500 inclusive of brokerage and stamp duty. Some years later, the company decided to capitalize its profit and issue to the holders of equity shares one equity share as bonus for every equity share held by them. Prior to capitalization, the shares of ABC Limited were quoted at rupees 175 per share. After the capitalization, the shares were quoted at rupees 92.5 per share. Mr. Ali sold the bonus shares and received rupees 90 per share. It is based on average cost basis. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ അല്ലെ? ഇതിനകത്ത് ഒരു കമ്പനിയിൽ 100 രൂപ ഫേസ് വാല്യൂ ഉള്ള 500 ഇക്വിറ്റി ഷെയറുകൾ 62,500 രൂപ എല്ലാ കോസ്റ്റും ഉൾപ്പെടെ 62,500 രൂപയ്ക്ക് മിസ്റ്റർ അലി പർച്ചേസ് ചെയ്യുന്നു. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കമ്പനി അതിന്റെ പ്രോഫിറ്റ് ക്യാപിറ്റലൈസ് ചെയ്യാൻ തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഓരോ ഇക്വിറ്റി ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡർക്കും അതിന് പകരമായിട്ട് ഒരു ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി കമ്പനി തീരുമാനിച്ചു. കമ്പനി ഈ ബോണസ് ഇഷ്യൂ നടത്തുന്നതിന് മുമ്പുള്ള കമ്പനിയുടെ ഷെയറിന്റെ വാല്യൂ എന്ന് പറയുന്ന മാർക്കറ്റ് വാല്യൂ 175 രൂപയായിരുന്നു. സ്വാഭാവികമായിട്ടും ഹ്യൂജ് പ്രോഫിറ്റ് ഒക്കെയുള്ള കമ്പനികളാകുമ്പോൾ ഡിവിഡന്റ് കൊടുക്കാൻ നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ കൂടും. അപ്പൊ അങ്ങനെ 100 രൂപയുടെ ഷെയർ 175 രൂപയായിരുന്നു. എന്നാൽ ക്യാപിറ്റലൈസേഷൻ കഴിഞ്ഞ ശേഷം, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്ത ശേഷം ഈ ഷെയറിന്റെ വാല്യൂ കുറഞ്ഞിട്ട് 92 രൂപ 50 പൈസയായിട്ട് മാറി. ഓക്കെ, മിസ്റ്റർ അലി, ഈ ബോണസ് ഷെയർ കിട്ടിയ മിസ്റ്റർ അലി അദ്ദേഹത്തിന് കിട്ടിയ മുഴുവൻ ബോണസ് ഷെയറുകളും 90 രൂപക്ക് വേറെ പാർട്ടിക്ക് വിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൽ ഡേറ്റ് ഒന്നും പറയാതെ നമ്മൾ ഡേറ്റിന്റെ കോളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ട്രാൻസാക്ഷൻ ജസ്റ്റ് എങ്ങനെയാണ് ചെയ്തതെന്ന് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ അതില് അത് നമ്മൾ ബാലൻസ് ബ്രോഡ് ഔട്ട്, നമ്മൾ ഡേറ്റ് തരാത്തതുകൊണ്ട് ബാലൻസ് ബ്രോഡ് എന്ന രീതിയിൽ കൊടുക്കുകയാണത്. ബാലൻസ് ബ്രോഡ് ഔട്ട്, നമ്പർ ഓഫ് ഷെയർസ്. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഇക്വിറ്റി ഷെയറുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, സാധാരണ ഇക്വിറ്റി ഷെയർ അക്കൗണ്ട് ചെയ്യുമ്പോൾ അതിന്റെ ഫോർമാറ്റിൽ വരുന്ന കാര്യങ്ങൾ നമ്പർ ഓഫ് ഷെയർസ് ഉണ്ടാവും, അതുപോലെ ഒരു ഇൻകം കോളം ഉണ്ടാവും. ഇൻകം എന്ന് പറയുമ്പോൾ അതിന് ഉണ്ടാവും, പിന്നെ കോസ്റ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ പറഞ്ഞ കോളം ഉണ്ടാവും. അങ്ങനെ 3 കോളാണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഇത് ഫ്ലെക്സിബിൾ ആണ്, കാരണം നമ്മൾ ചെയ്യുന്ന കോളനർ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സൗകര്യം പോലെ കോളങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ എനിവേ അതിനകത്ത് എന്താണ്, ഒരു കോസ്റ്റ് കോളം നിർബന്ധമാണ്, എമൗണ്ട് കോളം ഉണ്ടാവുക എന്നുള്ളത്. ബാക്കി നമ്മൾ നോമിനൽ വാല്യൂ വേണമെങ്കിൽ കൊടുത്താൽ മതി, നമ്പർ ഓഫ് ഷെയർസും വേണമെങ്കിൽ കൊടുത്താൽ മതി. സാധാരണ പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഷെയർസും അതുപോലെ ഇൻകം എന്ന് പറയുന്നൊരു കോളവും ക്യാപിറ്റൽ അതല്ലെങ്കിൽ കോസ്റ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞൊരു കോളമാണ് കൊടുക്കാറുള്ളത്. ഇപ്പോൾ നമ്മൾ കൺവീനിയൻസിന് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുള്ള കോളങ്ങൾ നമ്പർ ഓഫ് ഷെയർസും ഫേസ് വാല്യൂവും അതിന്റെ കോസ്റ്റാണ്. കാരണം അതിനകത്ത് ഡിവിഡന്റുമായി ബന്ധപ്പെട്ട പരാമർശം ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഡിവിഡന്റിന്റെ കോളം ഇൻകത്തിന്റെ കോളം ഒഴിവാക്കിയിട്ട് അതിന് പകരം ഫേസ് വാല്യൂ കോളം നമ്മൾ കൊടുത്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് നമ്മുടെ കേസ് അനുസരിച്ച് നമുക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ 500 ഷെയർ ആണ് പർച്ചേസ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ 500 ആണ് നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. അതിന്റെ ഫേസ് വാല്യൂ 500 × 100 ആണ് ഫേസ് വാല്യൂ. അപ്പോൾ ₹50,000 ആണ് ഫേസ് വാല്യൂ വരിക. Then cost is given in the example, that is ₹62,500. ഓക്കെ, ദാറ്റ്സ് ഓക്കെ. നെക്സ്റ്റ്, പിന്നീട് കുറച്ച് കഴിയുമ്പോൾ കമ്പനി ഓരോ ഷെയറിനും പകരമായിട്ട് ഒരു ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. പറയുമ്പോൾ 500 ഇക്വിറ്റി ഷെയർ ഹോൾഡ് ചെയ്യുന്ന അലി എന്ന് പറയുന്ന ഈ ഇൻവെസ്റ്റർക്ക് 500 ബോണസ് ഷെയർ കമ്പനി ഇഷ്യൂ ചെയ്യും.
അല്ലെ? അപ്പൊ നമ്മൾ അടുത്ത എൻട്രി കൊടുക്കുന്നത് ടു ബോണസ് ഷെയർസ്. ബോണസ് ഷെയർസ്, ഇവിടെ നമ്മൾ അതിന്റെ നമ്പർ ഓഫ് ഷെയർസ് 500 ആണ്. ഫേസ് വാല്യൂ, കമ്പനിയുടെ ഷെയറിന്റെ വാല്യൂ 100 രൂപയാണ് ഫേസ് വാല്യൂ. അപ്പോൾ 50,000 രൂപ തന്നെ വരും. പക്ഷെ കോസ്റ്റ് എന്താണ്? കോസ്റ്റ് ഇല്ല, കോസ്റ്റ് 0 ആണ് വരുന്നത്, അല്ലെ? പിന്നെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ എന്താന്ന് വെച്ചാല് ഇതിന്റെ ക്യാപിറ്റലൈസേഷൻ മുമ്പുള്ള വാല്യൂ നമുക്ക് റിലവന്റ് അല്ല. ഇവിടെ ക്യാപിറ്റലൈസേഷൻ കഴിഞ്ഞ ശേഷമുള്ള വാല്യൂ 92.5 എന്ന് പറയുമ്പോൾ നിലവിൽ എന്ന് പറയും ബോണസ് ഇഷ്യൂ കഴിഞ്ഞ ശേഷമുള്ള ഈ ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ് 92 രൂപ 50 പൈസയാണ്. റിലവൻസ് വരുന്ന എവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഈ ക്ലോസിംഗ് വാല്യൂ കാണിക്കുന്ന സമയത്ത്, ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ബാക്കിയുള്ള ബാലൻസ് കാണിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ഗുഡ്സിന്റെ കേസിൽ ചെയ്യുന്ന അതേപോലെ തന്നെ നമ്മൾ ഇൻവെന്ററി വാല്യൂഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് ലെസ് എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ ഇതിന്റെ മാർക്കറ്റ് പ്രൈസ് ആയിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ 92 രൂപ 50 പൈസ തന്നിട്ടുള്ളത്. ഓക്കെ, ദിസ് എമൗണ്ട് ഇസ് റിലവന്റ് ഹിയർ. പക്ഷെ ക്യാപിറ്റലൈസേഷൻ മുമ്പുള്ള അതിന്റെ വാല്യൂ 175 എന്ന് പറയുന്ന എമൗണ്ട് നമ്മുടെ ഈ ഒരു പ്രോബ്ലമായി ബന്ധപ്പെട്ട് റിലവന്റ് അല്ല. ഓക്കെ, എനിവേ, അപ്പൊ ഇവിടെ ശേഷം പറയുന്നുണ്ട് അലി സോൾഡ് ദി ബോണസ് ഷെയർസ് ആൻഡ് റിസീവ്ഡ് ₹90 പെർ ഷെയർ. അപ്പൊ ഈ ബോണസ് ഷെയറുകൾ പൂർണ്ണമായിട്ടും അദ്ദേഹം വിൽക്കുകയും 90 രൂപയാണ് അതിന് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ബൈ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ നമ്പർ കൊടുത്തു. 500 ബോണസ് ഷെയർ, 500 ഇഷ്യൂ സെയിൽ ചെയ്യാണ്. അതിന്റെ ഫേസ് വാല്യൂ 50,000 രൂപയാണ്. ഇവിടെ നമ്മൾ സാധാരണ ഡിബഞ്ചറിന്റെയും മറ്റു സെക്യൂരിറ്റീസിന്റെയും പ്രിഫറൻസ് ഷെയറിന്റെയും കേസിൽ ചെയ്യുന്ന എന്തിനും ആവശ്യമില്ല. ഇവിടെ നമ്മളൊരു ഇൻട്രസ്റ്റ് കോളം കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? ഡിവിഡൻഡ് എന്ന് പറയുന്ന എമൗണ്ട് ഒരു ഫിക്സഡ് പീരിയോഡിക് എമൗണ്ട് അല്ല. അത് കമ്പനിയുടെ പ്രോഫിറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന, കമ്പനിയുടെ പോളിസി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന് അക്രൂഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞ സാധനം എവിടെ ഉണ്ടാവില്ല? ഇക്വിറ്റി ഷെയറിന്റെ കേസിൽ ഉണ്ടാവില്ല. അത് പക്ഷെ എവിടെ ഉണ്ടാവും? പ്രിഫറൻസ് ഷെയറിന്റെ കേസിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഡിബഞ്ചർ ലോൺ ഉൾപ്പെടെയുള്ള അങ്ങനെയുള്ള ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസിന്റെ കേസിലും ഉണ്ടാവും. ഇവിടെ പക്ഷെ നമുക്ക് അങ്ങനെ ഒരു എമൗണ്ട് കാണിക്കേണ്ട ആവശ്യമില്ല. എത്രയാണോ അതിന്റെ പർച്ചേസ് പ്രൈസ് എങ്കിൽ അത് ഡെബിറ്റ് ചെയ്യുക, എത്രയാണോ സെയിൽസ് പ്രൊസീഡ്സ് എങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്യുക, അത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, അപ്പൊ 500 ഷെയറുകൾ 90 രൂപക്കാണ് വിൽക്കുന്നത്, അല്ലെ? 500 into 90 ദാറ്റ് ഇസ് ₹45,000. 45,000 രൂപയാണ് കോസ്റ്റ് വന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് പ്രോഫിറ്റോ ലോസോ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാണ്. കാരണം അത് സെയിൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രോഫിറ്റോ ലോസോ വരും, അല്ലെ? ഞാൻ നേരത്തെ നമ്മൾ ആ എക്സാമ്പിൾ പറഞ്ഞ അതേ പ്രൊസീജിയർ ഇവിടെ ഫോളോ ചെയ്യാം. എന്താണ് ചെയ്യുന്നത്? പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ബോണസ് ഷെയർ, സെയിൽ പ്രൈസ് ഓഫ് ബോണസ് ഷെയർ എടുക്കുന്നു. ദ സെയിൽ പ്രൈസ് ഈസ് ഗിവൺ ₹5,000. അതാണ് സെയിൽസ് വാല്യൂ എന്ന് പറയുന്നത്, അല്ലെ? 45,000. നമ്മൾ അതിന് ബോണസ് ഷെയറിന്റെ ആവറേജ് കോസ്റ്റ് അതിന് ലെസ് ചെയ്യണം, അല്ലെ? അപ്പൊ ആവറേജ് കോസ്റ്റ് ഇട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ മൊത്തം നമ്മൾ നോക്കുക, ഈ ഒരു സ്റ്റേജ് വരെ നോക്കുക നമ്മൾ, അല്ലെ? ഈ ഒരു സ്റ്റേജ് വരെ നമ്മൾ നോക്കിയാൽ 1000 ഷെയറുകൾ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ 1,00,000 രൂപയുടെ ഷെയർ ആണ് കയ്യിലുള്ളത്. അതിന് മൊത്തം വന്ന കോസ്റ്റ് 62,500 ആണ്. അപ്പൊ 1000 ഷെയറിന്റെ കോസ്റ്റ് 62,500 ആണ്. 500 ഷെയർ നമ്മൾ വിൽക്കുന്നത്. അപ്പൊ ആവറേജ് കോസ്റ്റ് എടുക്കുന്ന സമയത്ത് 62,500 ഡിവൈഡഡ് ബൈ 1000, അല്ലെ? 62 രൂപ 50 പൈസയാണ് അതിന്റെ കോസ്റ്റ്. അതിന് നമ്മൾ 500 വിൽക്കുന്ന ഷെയറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 31,250 രൂപ, 31,050, അല്ലെ? അത് ബാക്കി വരുന്ന എമൗണ്ട് ആണ് എന്ത്? പ്രോഫിറ്റ് ₹30,000. ഓക്കെ, ദെൻ ആ എമൗണ്ടിനെ നമ്മൾ P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദാറ്റ് ഈസ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് ₹13,750. ഓക്കെ, thereafter we are closing the investment account. വേറെ ട്രാൻസാക്ഷൻ ഇതിനകത്ത് പറയുന്നില്ല. നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് number of shares 1,000. Here's the difference of 500 shares that is taken as closing balance. Then face value ₹1 lakh minus 50,000. Then there is a closing face value of ₹50,000. Then cost. The last column total is ₹76,250. The rest of ₹31,250 on the credit side. That is the value of the closing stock of investment, 31,250. ശരി, നമ്മൾ ഇത്ര ചെയ്താൽ മതി. പക്ഷെ നമുക്കെങ്കിലും ഇതിനകത്ത് നമുക്ക് അതിന്റെ ക്യാപിറ്റലൈസേഷന് ശേഷം മാർക്കറ്റ് പ്രൈസ് തന്നതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാം. ഈ 31,250 രൂപ എന്ന് പറയുന്ന എമൗണ്ട് കോസ്റ്റ് പ്രൈസ് ആണോ മാർക്കറ്റ് പ്രൈസ് ആണോ? കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ചെവർ ഈസ് ലെസ് എന്ന എമൗണ്ട് ആണ് അവിടെ വരേണ്ടത്. ഈ വാല്യൂ ആയിട്ട് വരുന്നത് ₹31,250 എന്ന് പറയുന്ന എമൗണ്ട് അതാണ് വരേണ്ടത്. ജസ്റ്റ് വെരിഫിക്കേഷൻ വേണ്ടി നമ്മൾ നോക്കുകയാണത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇതാണ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ്.
അല്ലെ? ഓൾറെഡി പറഞ്ഞു 92 രൂപ 50 പൈസയാണെന്ന് പറഞ്ഞു. ബാക്കി വരുന്ന ബാലൻസ് വരുന്ന ഷെയറിന്റെ എണ്ണം 500 ആണ്. അപ്പൊ 500 ഷെയറിന്റെ ക്ലോസിംഗ് ബാലൻസിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ 500 ഇൻറ്റു 92.5 അല്ലെ, 46,250 രൂപയാണ് വരിക. കോസ്റ്റ് പ്രൈസ് എന്താണ്? നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. കോസ്റ്റ് പ്രൈസ് എന്താണ്? അവിടെ മൊത്തം കോസ്റ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 31,250 രൂപയാണ് കോസ്റ്റിന്റെ എമൗണ്ട് വരുന്നത് അല്ലെ? അപ്പൊ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണ് നമ്മൾ 46,250 ഓർ 31,250 വിച്ച് എവർ ഈസ് ലെസ്. സ്വാഭാവികമായിട്ടും 31,250 ആണ് ലീസ്റ്റ് എമൗണ്ട് വരുന്നത്. ആ എമൗണ്ട് തന്നെയാണ് അവിടെ കിടക്കുന്നത് അല്ലെ? ഇൻ കേസ് ഈ എമൗണ്ട് ടാലി ആവുന്നില്ലെങ്കിൽ ഡിഫറൻസ് വരുന്ന എമൗണ്ട് നമ്മൾ പി&എൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അത്തരം കേസുകൾ വരാറില്ല. അങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്കിപ്പോ ഈ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുള്ള ബാലൻസിന്റെ എമൗണ്ട്, ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്ന എമൗണ്ട് തന്നെ എന്താണ്? 31,250 ആണ്. അത് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ് എന്ന് പറയുന്ന അതേ പോളിസി പ്രകാരമുള്ള വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ബോണസ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ചെയ്യുന്നതിനുള്ള അതിന്റെ പ്രൊസീജിയർ. ഓക്കെ, ഇതിലെന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുള്ളതുണ്ടോ? എനിബഡി?